Dear students, welcome to corporate accounting class. We are studying about the preparation of final accounts of a bank. In this class, let us discuss a problem. From the following trial balance and other information, prepare final accounts of J Bank for the year ending 31/3/2012. ഞാൻ ട്രയൽ ബാലൻസും ഐറ്റംസ് അത് ഏത് ഷെഡ്യൂളിൽ വരുന്നതാണ് എന്ന് വായിക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ഈ ക്ലാസ് കേൾക്കുക. അപ്പോൾ ഈ ഷെഡ്യൂളുകൾ ഓരോന്നും വരുന്ന ഐറ്റംസ് ഏതാണെന്നുള്ളത് പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് നമ്മൾ 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഷെഡ്യൂൾ 2, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം ഷെഡ്യൂൾ 1, ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ഷെഡ്യൂൾ 4, ബോറോയിങ്സ് ഫ്രം RBI ഷെഡ്യൂൾ 4, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ് അത് മൂന്നും ഷെഡ്യൂൾ 3. അപ്പം ബോറോയിങ്സ് ഷെഡ്യൂൾ 4, ഡെപ്പോസിറ്റ്സ് ഷെഡ്യൂൾ 3. ഓവർ ഡ്രാഫ്റ്റ് അത് അഡ്വാൻസസ് ആണ് ഷെഡ്യൂൾ 9. ക്യാഷ് ക്രെഡിറ്റ് ഷെഡ്യൂൾ 9, ടേം ലോൺ ഷെഡ്യൂൾ 9, ബിൽസ് പർച്ചേസ്ഡ് ഷെഡ്യൂൾ 9. ഇതെല്ലാം അഡ്വാൻസസ് ആണ്. ഇനി റിപ്പയേഴ്സ്, പോസ്റ്റേജ്, പ്രിൻറ്റിങ്, സാലറീസ് എല്ലാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 16. എന്തൊക്കെയാണ്? റിപ്പയേഴ്സ്, പോസ്റ്റേജ്, പ്രിൻറ്റിങ്, സാലറീസ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് എന്താണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഷെഡ്യൂൾ 15. ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് അതും ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ് ഷെഡ്യൂൾ 15. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് 13. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ 13. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഷെഡ്യൂൾ 8. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് ഷെഡ്യൂൾ 8. ക്യാഷ് ഇൻ ഹാൻഡ് ഷെഡ്യൂൾ 6. ബാലൻസ് വിത്ത് RBI ഷെഡ്യൂൾ 6. ബാലൻസ് വിത്ത് അതർ ബാങ്ക്സ് ഷെഡ്യൂൾ 7. ബാലൻസ് വിത്ത് അതർ ബാങ്ക്സ് ആൻഡ് മണി ആൻഡ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ഷെഡ്യൂൾ 7. ഇനി ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് വായിക്കാം. റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 20,000 രൂപ ഡിപ്രീസിയേഷൻ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേലുണ്ടായ ലോസാണ്. അപ്പോൾ ആ 20,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ സ്റ്റോക്ക് അതിൽ 20,000 രൂപ മൈനസ് ചെയ്യണം. 16,20,000 20,000 രൂപ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂളിൽ മൈനസ് ചെയ്യണം. 1. 2. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നിടത്ത് നമ്മൾ അതിൻ്റെ ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഷെഡ്യൂളിൽ ഇഫ് ദർ ഈസ് എ ലോസ്, ദാറ്റ് ലോസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം ദാറ്റ് ഐറ്റം. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയ 6,12,000 നിന്ന് ഈ 20,000 മൈനസ് ചെയ്യണം. ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റം 2 സ്ഥലത്ത് വരും. ഇത് 2 സ്ഥലത്ത് വന്നു. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 20,000 രൂപ കുറച്ചു, അതിൻ്റെ വാല്യൂ 20,000 രൂപ കുറഞ്ഞു. പിന്നെ അതിൻ്റെ ലോസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നമ്മൾ ഡിപ്രീസിയേഷൻ അത് നമ്മൾ എന്ത് ചെയ്തു? ആ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ മൈനസ് ചെയ്തു. പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 1,75,000 അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ട് 2 എന്താണ്? എക്സ്പെൻഡിച്ചർ സൈഡിലാണ് വരിക, പ്രൊവിഷൻ. പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കൊടുത്തതിന് ശേഷം റഫായിട്ട് പ്രോഫിറ്റ് കാണുക ഔട്ട്സൈഡ് ദ പ്രോബ്ലം. അങ്ങനെ കണ്ടതിന് ശേഷം അതിൻ്റെ 35% പ്രൊവിഷനായിട്ട് മാറ്റണം. എന്തായിട്ട് മാറ്റണം? പ്രൊവിഷനായിട്ട്. അപ്പോൾ ആ പ്രൊവിഷൻ എന്നിട്ട് നമ്മൾ എവിടെ കാണിക്കണം? പ്രോഫിറ്റിൻ്റെ പാർട്ട് 2 കാണിക്കണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. നമ്മുടെ 2 ഐറ്റം വരും, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇത് രണ്ടും ഷെഡ്യൂൾ 5 കാണിക്കാനും നമ്മൾ മറക്കേണ്ടതില്ല. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ഇത് രണ്ടും ഷെഡ്യൂൾ 5 കാണിക്കണം. ദെൻ ട്രാൻസ്ഫർ 25% ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമുക്കറിയാം, അത് അപ്രോപ്രിയേഷനിലുള്ള കാര്യമാണ്. ലെറ്റ് us go to the solution. ഇപ്പം ബാലൻസ് ഷീറ്റ്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡെപ്പോസിറ്റ്സ്, ബോറോയിങ്സ്, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ടോട്ടൽ 1,14,86,000 1,14,86,000.
ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, ബാലൻസ് വിത്ത് അതർ ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അഡ്വാൻസസ്, ഫിക്സഡ് അസറ്റ്സ് ഇല്ല, അതർ അസറ്റ്സും ഇല്ല. ടോട്ടൽ 1,14,86,000. കണ്ടിൻജന്റ് ലയബിലിറ്റീസും ഇല്ല. നമുക്കിനി അതിൻ്റെ ഷെഡ്യൂളുകളിലേക്ക് പോവാം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കുക, ഇൻകം, ഇൻട്രസ്റ്റ് ഉണ്ട് ഷെഡ്യൂൾ 13. അതർ ഇൻകം ഒന്നുമില്ല. പാർട്ട് 2 എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. പിന്നെ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 1,02,002. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവരും. 18,79,000 ടോട്ടൽ റെസീറ്റ്. അതിൽ നിന്ന് നമുക്കറിയാവുന്ന 3 എക്സ്പെൻഡിച്ചർ കൂട്ടുക. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ. ഇത് 3 കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന തുക മൈനസ് ചെയ്യാം. ആ കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ലാഭം. പക്ഷേ അതിൻ്റെ 35% ടാക്സേഷൻ മാറ്റി വെക്കണം. അപ്പോൾ ആ കിട്ടുന്ന ഡിഫറൻസിൻ്റെ 35% നമ്മൾ എടുക്കുക. അതാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 1,02,200. ശ്രദ്ധിക്കുക, ടോട്ടൽ പ്രോഫിറ്റ് ടെമ്പററി ആയിട്ട് കാണുക. അങ്ങനെ കണ്ടു കിട്ടുന്ന ആ പ്രോഫിറ്റിൻ്റെ 35% ടാക്സ് മാറ്റുക. ബാക്കി 65% ആയിരിക്കും പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ. അപ്പോൾ പാർട്ട് 3 പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ നമ്മൾ ഈ മുമ്പ് കിട്ടിയ തുകയുടെ ഫോർ എക്സാമ്പിൾ അത് 2,92,000 ആയിരിക്കും. 2,92,000. ആ 2,92,000ൻ്റെ 35% ആണ് 1,02,200. അതിൻ്റെ 65% ആണ് 1,89,800. ദെൻ അപ്രോപ്രിയേഷൻ, സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് 25% മാറ്റുന്നു. ബാലൻസ് ട്രാൻസ്ഫേർഡ് ടു ബാലൻസ് ഷീറ്റ്. ഇനി നമ്മൾ ഷെഡ്യൂൾ 1 നമുക്കറിയാം, ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ. ഷെഡ്യൂൾ 2 സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ അഡീഷൻ, ഇക്കൊല്ലത്തെ അഡീഷൻ ആഡ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആൻഡ് അഡീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, സേവിങ്സ് ബാങ്ക്, കറണ്ട് ഡെപ്പോസിറ്റ്. ഷെഡ്യൂൾ 4 ബോറോയിങ്സ് ഫ്രം RBI, ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ്. അതർ ലയബിലിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രൊവിഷനിൽ കൊടുത്ത 2 ഐറ്റംസ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ടാക്സേഷനും. അത് രണ്ടും നമ്മൾ ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസിൽ കാണിക്കണം. ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI. നമുക്കറിയാം, ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് വിത്ത് RBI. ഷെഡ്യൂൾ 7 ബാലൻസ് വിത്ത് അതർ ബാങ്ക്സ്. അത് ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 12,14,000. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 20,000 രൂപ ഡിപ്രീസിയേഷൻ, അതായത് സ്റ്റോക്കിൻ്റെ ഡാമേജ് ആയി പോയിരിക്കുന്നു, അത് യൂസ്ലെസ് ആയിരിക്കുന്നു. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ 20,000 രൂപ നമ്മൾ കുറയ്ക്കണം. 16,90,000 നിന്ന് 20,000 രൂപയുടെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. 16,70,000. ദാറ്റ് വിൽ ബി ദ ടോട്ടൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അഡ്വാൻസസ്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ടേം ലോണ്, ബിൽസ്, പർച്ചേസ്ഡ്. ദെൻ ഷെഡ്യൂൾ 10 ഇല്ല, 11 ഇല്ല, 12 കണ്ടിൻജന്റ് ലയബിലിറ്റീസ്, ഇതൊന്നും ഇല്ല. ഇനി ഇൻട്രസ്റ്റ് ഉണ്ട് ഷെഡ്യൂൾ 13. ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് 12,87,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഓൺ സെയിൽ, ലോസ് ഓൺ സെയിൽ എന്ന് പറയുന്ന പോലെ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ, ലോസ് ഓൺ റിവാലുവേഷൻ, അവിടെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അതിൻ്റെ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള തുക നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നു 20,000. ബാലൻസ് 9,22,000. ടോട്ടൽ 18,79,000. അതർ ഇൻകം ഒന്നുമില്ല. ഷെഡ്യൂൾ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്, 2 ഐറ്റമേ ഉള്ളൂ. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, റിപ്പയർസ്, പോസ്റ്റേജ്, പ്രിൻറ്റിങ്, സാലറീസ്, ഇത്രയും ഐറ്റംസ്